പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു. LPG ക്ഷാമം രൂക്ഷമായതോടെ ഭൂരിപക്ഷം ഹോട്ടലുകളും അടച്ചു. നിരവധി ഹോട്ടലുകൾ പൂർണ്ണമായും ചിലത് ഭാഗികമായി അടച്ചതോടെ ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ചില ഹോട്ടലുകൾ സ്ഥിരം കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടാതിരിക്കാനും ജീവനക്കാരെ നിലനിർത്താനുമായി വിറകടുപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതിനുള്ള സൗകര്യം മിക്ക ഹോട്ടലുകളിലും ഇല്ലാത്തതിനാൽ പുറമെ നിന്ന് വിറകടുപ്പിൽ ഭക്ഷണം പാകം ചെയ്ത് ഹോട്ടലിലെത്തിക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് അന്നപൂർണ ഹോട്ടൽ ഉടമ രവി പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പേരിന് മാത്രം നടത്തി കൊണ്ടുപോകുന്നതാണ്. എന്താ കാരണം വെച്ചാൽ അടച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന നമ്മുടെ കച്ചവടത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ വിയ്യൂർ പോയി അവിടെ നിന്ന് ഒരു ചെറിയ വീട് എടുത്ത് അവിടെ നിന്ന് വെച്ച് ഫുഡ് വെച്ച് ഞങ്ങൾ കൊണ്ടുവരണം. ഇങ്ങോട്ട് കച്ചവടം പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം. ഇതിന് ലാഭം മറ്റുള്ളതൊന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. അതും പിന്നെ വിലയുടെ കാര്യങ്ങൾ, പിന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അടുപ്പിക്കുന്നില്ല. 3000 രൂപയ്ക്ക് കിട്ടും, അവിടെ കിട്ടും, ഇവിടെ കിട്ടും എന്നൊക്കെ പറയും. ഒരു കുറ്റിയൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു ഞങ്ങൾക്ക് ചെറുതായ കച്ചവടങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കച്ചവടം നടക്കും. അതിന് വരെ ഒരു ഗ്യാപ്പില്ലാത്തൊരു ഇതാണ്. എല്ലാ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ 3-4 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉള്ളവരാണ്. അവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും നടന്നു പോവുക എന്ന് മാത്രം, ഒരു ഇതിനു വേണ്ടി മാത്രം നടത്തി കൊണ്ടുപോകുന്നൊരു ഐറ്റംസ് എല്ലാം കുറച്ചു. ഇപ്പോൾ ദോശയില്ല, അതേപോലെ വലിയ കല്ല് ചൂട്ടിട്ടുള്ള ഒരു പ്രശ്നം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്ത് ഗ്യാസ് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. ചോറ് ബിരിയാണിയും വെച്ച് കൊണ്ടുവരണം ഇപ്പോൾ, സാമ്പാർ ഐറ്റങ്ങളും കറികളും കൂടിയിട്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്പോൾ.